നമുക്കൊന്ന് ചൂര കറി വയ്ക്കാനായിട്ട് ഉള്ളിയും ഇഞ്ചിയും കൂടെ എടുത്ത് തേങ്ങയും കൂടെ ഇട്ട് അതൊന്ന് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉലുവയും കൂടെ ഇട്ട് ആ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് തണുക്കാൻ മാറ്റി വയ്ക്കണം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് പച്ച തേങ്ങയും കൂടെ ഇട്ട് വറുക്കാത്ത തേങ്ങ അതും കൂടെ ഇട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് ചട്ടി വെച്ച് പച്ചമുളകും ഇട്ട് അതിലേക്ക് അരപ്പും കൂടെ ഇട്ട് അതിലേക്ക് നമുക്ക് കുടംപുളിയുടെ വെള്ളമാണ് പുളി കുറവായതുകൊണ്ട് 2 കുടംപുളിയും കൂടെ എടുത്തിടാം. അതും കൂടെ ഇട്ട് ഉപ്പ് ഒഴിച്ച് നല്ലോണം ഇളക്കി അടച്ചൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും മീൻ കഴുകി കൊണ്ടുവന്ന് നമുക്ക് ഇതിലോട്ട് ഇടാം. തിളച്ച് വരുന്ന കറിയിലേക്ക് തിളച്ച് വന്ന കറിയിലോട്ട് നമ്മൾ മീനും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി അടച്ച് വയ്ക്കണം. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ നോക്കി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കറി പറ്റി വരുന്നത് വരെ എന്നിട്ട് തീ ഓഫ് ചെയ്യും. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.